CJP പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാഗികമായി കീഴടങ്ങി എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. നരേന്ദ്രമോദി സർക്കാർ ഇതാ വിറച്ചു തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വിയർത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിൽ സഭ സമ്മേളിച്ചിരിക്കുന്ന വേളയിൽ പ്രതിപക്ഷത്തിന് മുഖം കൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ വന്ന് രാജ്യത്തോട് എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നടത്തിയ ആ കുറ്റസമ്മതം. ഞങ്ങൾ നടപടിയെടുത്തുകൊള്ളാം, എൻ ടി അഴിച്ചു പണിഞ്ഞുകൊള്ളാം, ആൻറ്റി പേപ്പർ ലീക്ക് എന്നൊരു ബിൽ ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം, 10 വർഷം കഠിന തടവും 10 കോടി രൂപയും ശിക്ഷ വിധിച്ചുകൊള്ളാം എന്നാണ്. ഭാഗികമായി കേന്ദ്ര സർക്കാർ കീഴടങ്ങുകയും ഭാഗികമായി ഈ പ്രതിഷേധം വിജയിക്കുകയും ചെയ്ത ഒരു നിമിഷമായിരുന്നു അത്. ആരോടാണ് കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോടല്ല, രാജ്യത്തിലെ യുവജനതയോട്. ഒരു 10 വയസ്സുള്ള കുട്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് വരുമ്പോൾ അവനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്, പോലീസിൻ്റെ ലാത്തിയിടിക്കുള്ളിലെ. അവൻ്റെ മറുപടി ഞെട്ടിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞ മറുപടി, എൻ്റെ ഹീറോ ഭഗത് സിംഗ് ആണ്. ബോംബെയിൽ പോയാൽ നിങ്ങൾക്ക് റിയ അഹീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാം. അവൾ ഒരൊറ്റ വാഹനത്തിന് മുന്നിൽ അവൾ കൈ വിരിച്ച് നെഞ്ചും വിരിച്ച് തലയുയർത്തി നിന്നപ്പോൾ പതറിപ്പോയത് മുംബൈ പോലീസാണ്. നിങ്ങൾക്ക് ബീഹാറിൽ പട്നയിലേക്ക് എത്തിയാൽ അവിടെ ചെറുപ്പക്കാരെ കാണാം. വാഹനങ്ങളുടെ വാതിൽ തുറന്നു വിടുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം. ജാർഖണ്ഡിലും ബംഗളൂരുവിലും കൊച്ചിയിലും നിങ്ങൾക്ക് കാണാം. ഈ സർക്കാർ ഇപ്പോൾ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യുവജനതയോടാണ്. സച്ചിൻ തെണ്ടുൽക്കർ മുതൽ വിസ്മയ മോഹൻലാൽ വരെ യുവജനതയുടെ ഐക്കണുകളോടാണ്. വേടൻ മുതൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവരും ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചിരുന്നവരും അടക്കം ഇന്നിപ്പോൾ അവർക്ക് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ BJPയുടെ ഭാഗമായ മുരളി മനോഹർ ജോഷിയാണ് ഇന്നലെ പോസ്റ്റിട്ട് പറഞ്ഞത് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ് എന്നത്. ഈ സർക്കാർ പരാജയപ്പെടുന്നത് BJPക്കുള്ളിലെ തന്നെ നിലവിലിരിക്കുന്ന വിമത ശബ്ദത്തോടാണ്. ഈ സർക്കാർ പരാജയപ്പെടുന്നത് സുപ്രീം കോടതി അഭിഭാഷകരടക്കമുള്ളവരോടാണ്. അവരിന്നലെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭാരത ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അങ്ങനെ നാനാ തുറകളിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് കൂടി നിൽക്കുന്നു, ഒരുമിച്ച് ഒരൊറ്റ ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. ആ ആവശ്യങ്ങളിൽ 3-ൽ 2 അംഗീകരിച്ചു. ഇനി അംഗീകരിക്കാനുള്ളത് ഒരെണ്ണം മാത്രം. പക്ഷേ അപ്പോഴും ഒരു കാപട്യം കാണിക്കുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന സുപ്രധാനമായ തീരുമാനമാണ് ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷാ ഏജൻസിയിൽ 47 പേരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര വിദഗ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ നമ്മളെ കബളിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ എടുത്തു നോക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2018 മുതൽ ഈ നിമിഷം വരെ നടത്തിയ പരീക്ഷകൾ എത്രയെന്നറിയാമോ? 270 പരീക്ഷകൾ. അതിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറിയാമോ? 6,60,00,000. ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 6.5 കോടി വിദ്യാർത്ഥികളെ കഴിഞ്ഞ് 8 വർഷം കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച ഏജൻസിയിലെ മൊത്തം സ്റ്റാഫിൻ്റെ എണ്ണം അറിയാമോ? അവിടെയുള്ള പെർമനന്റ് സ്റ്റാഫിൻ്റെ മൊത്തത്തിലുള്ള എണ്ണം 39. അതിൽ എത്ര വേക്കൻസി? 15. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 24. 47 വരെ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്? 24 പെർമനന്റ് സ്റ്റാഫ് മാത്രം ഇപ്പോൾ പണിയെടുക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് 47 വരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് തന്നെ ഈ സർക്കാർ ഈ പ്രതിഷേധക്കാരോട് കാണിക്കുന്ന കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. കണ്ണിൽ പൊടിയിടലാണ്. പിരിച്ചുവിട്ടിരിക്കുന്നത് ആരെയാ? ഞാൻ നോക്കി. അവിടെ കോൺട്രാക്ച്വൽ സ്റ്റാഫായിട്ടുള്ളത് നിലവിൽ 73 പേരാണ്. അവരെയാണ് പിരിച്ചുവിടുന്നത്. തീർന്നില്ല. അവിടെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന 124 പേരുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന, നീറ്റ് പോലെയുള്ള പരീക്ഷകൾ നടത്തുന്ന, UGC പോലെയുള്ള പരീക്ഷകൾ നടത്തുന്ന ഒരു കേന്ദ്ര ഏജൻസി, ആ ഏജൻസിയെ 124ഓളം ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്, മറ്റ് ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പരീക്ഷ എവിടെയാണ് പോവുക? മറ്റ് കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. പരീക്ഷ ഔട്ട്സോഴ്സ് ചെയ്തു. ഈ സർക്കാർ എന്നുള്ളത്, ഈ സർക്കാരിൻ്റെ ഏറ്റവും നല്ല പേര് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ എന്നുള്ളതായിരുന്നല്ലോ. എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർക്കാർ. ഔട്ട്സോഴ്സ് ചെയ്ത് പരീക്ഷ നടത്തിപ്പ് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 39 പേർ മാത്രം സ്ഥിരം. അതിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 24 പേർ. 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നത് കോൺട്രാക്ച്വൽ ഔട്ട്സോഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ വിദ്യാർത്ഥികളോട് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ്
പ്രധാനമാണ് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാവില്ലെന്ന് കരുതുന്ന ഈ കേന്ദ്ര സർക്കാർ അതെ, ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി നോക്കുന്ന പരീക്ഷയല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ആ കണക്ക് പറഞ്ഞതല്ലേ, നമ്മുടെ ഈ രാജ്യത്ത് മൊത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് 55,000 കോടി രൂപയാണ്. 55,000 കോടി രൂപ. എന്നാൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിക്ഷേപവും അവരുടെ വരുമാനവും ടേൺ ഓവറും കൂട്ടി നോക്കിയാൽ ഏകദേശം 1.25 ലക്ഷം കോടിയോളം വരും. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ സ്വകാര്യ ഏജൻസികൾ പണം മുടക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുക്കുന്നത് ഈ ഔട്ട്സോഴ്സ് ചെയ്ത ഉദ്യോഗസ്ഥരും കോൺട്രാക്ച്വൽ സ്റ്റാഫും അടക്കമുള്ള വലിയ ലോബിയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് 14 വിദ്യാർത്ഥികൾക്കാണ്. അവർക്ക് നീതി വേണം എന്നതാണ് ഈ സമരത്തിൻ്റെ ആവശ്യം. അതാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യം ഒഴിച്ച് ബാക്കി എല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്ന നീക്കം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. പക്ഷേ അപ്പോഴും ഈ 2 പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുന്നു. ഈ മരിച്ച കുട്ടികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറയുന്നു. ഒരു സമരം ചെയ്ത വിദ്യാർത്ഥിക്ക് നേരെയും ഞങ്ങൾ കേസെടുക്കില്ല എന്ന് പറയുന്നു. ആൻറ്റി പേപ്പർ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ജനതയുടെ മുന്നിൽ നമ്മൾ തലയുയർത്തി എങ്ങനെ നിൽക്കും? ആൻറ്റി പേപ്പർ ലീക്ക് ബിൽ എന്ന് പറയുന്നൊരു ബില്ല് കൊണ്ടുവരികയാണ്. ഈ രാജ്യത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ധരിക്കുന്ന ഡയപ്പറിന് പോലും നമ്മുടെ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കിന് തടയാനുള്ള ശേഷിയേക്കാൾ വലിയ ശേഷിയുണ്ട് സാർ. നമ്മുടെ കുട്ടികൾ ധരിക്കുന്ന ഡയപ്പറിന് ശേഷിയുണ്ട്. ഈ NTA പേപ്പർ ലീക്കിന്റെ കരുത്തിനേക്കാൾ വലിയ കരുത്തുണ്ട് ഈ കുട്ടികളുടെ ഡയപ്പറിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സംവിധാനമാണ് പൊളിഞ്ഞു പാളിസായി കിടക്കുക. അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ. ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതിരിക്കാൻ പല കാരണങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട് മാധു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ഫാക്ടറുകൾ. ഒന്ന്, ഹീസ് വെരി ലോയൽ ടു RSS. 40 വർഷത്തോളം RSSന് വേണ്ടി പണിയെടുത്ത് RSSന്റെ ശാഖയിൽ വളർന്ന നേതാവാണ്. ലോയൽറ്റി ടു ദി RSS ആണ് നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ആൻഡ് ഒഡീഷ പൊളിറ്റിക്സ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ഏതാ? ഛാസ കമ്മ്യൂണിറ്റി, ഒഡീഷയിലെ പ്രബലമായ OBC കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൊരു നേതാവിനെ പുറത്തു കളഞ്ഞാൽ ഉണ്ടാവുന്ന ഇക്വേഷൻസിനെ ഭയക്കുന്നു. കാര്യം ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ കാലഘട്ടത്തെ അവസാനിപ്പിച്ച നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ, ഹീസ് എൻ ഇലക്ഷൻ മാനേജർ. നോക്കൂ, കർണാടകയിൽ, ഒഡീഷയിൽ, ജാർഖണ്ഡിൽ ഒക്കെ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെ അത്ര പെട്ടെന്ന് BJPക്ക് കളയാൻ പറ്റുന്ന നേതാവല്ല എന്നുള്ളതാണ്. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ ഏതെങ്കിലും ഒരു ആരോപണത്തിന് പുറത്ത് കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു പോളിസിയുണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോ റെസിഗ്നേഷൻ പോളിസിയാണ്. എത്ര ആരോപണം വന്നാലും ഞങ്ങളുടെ മന്ത്രിമാർ പിടിച്ചു നിൽക്കും എന്നതാണ് അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. നോ റെസിഗ്നേഷൻ പോളിസി അതാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ അവർ തോറ്റു തുടങ്ങുന്നു ഈ യുവജനതയുടെ കരുത്തിന് മുന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ചെറുതല്ലാത്ത വിധം വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തുടനീളം അത് അലയടിക്കുന്നു എന്നുള്ളതാണ്. അതിന് ചരിത്രത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. 1973-74 നേരത്തെ ഉണ്ടായിരുന്ന ജയപ്രകാശ് നാരായണന്റെ വലിയ മൂവ്മെന്റ് ഉണ്ട്, JP മൂവ്മെന്റ്. ആ JP മൂവ്മെന്റ് എന്ന് പറയുന്നത് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെയും ബീഹാറിലെ മുഖ്യമന്ത്രിയെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ മൂവ്മെന്റ് ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് JP മൂവ്മെന്റ് വലിയ ശക്തി ആർജിച്ചു. അവിടെ ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ഛാത്ര സംഘർഷ സമിതിയെ രൂപീകരിക്കുന്നു. അഹമ്മദാബാദിൽ നവനിർമ്മാൺ എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി യുവ സമിതി രൂപീകരിക്കുന്നു. അതിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ജനതാ പാർട്ടി എന്ന വിശാലമായ സഖ്യത്തിലേക്ക് വരുന്നത്. അന്ന് JP മൂവ്മെന്റിന് തുടക്കം കുറിച്ചതും വിദ്യാർത്ഥികളാണ് എന്നത് മറക്കരുത്. അതിൻ്റെ കാരണം തൊഴിലില്ലായ്മയായിരുന്നു. കാലി എണ്ണപ്പത്രങ്ങളുമായിട്ടാണ് അന്ന് JP മൂവ്മെന്റിൽ വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങിയത്. അന്ന് നേരിട്ടത് ഇന്ദിരാഗാന്ധി ആയിരുന്നുവെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രം 1973 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു JP മൂവ്മെന്റിന്റെ തുടർച്ച നമ്മൾ 2026 കാണുന്നത് ഈ വിദ്യാർത്ഥികളിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അവർക്ക് അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല പ്രശ്നം. ആ വിദ്യാർത്ഥികൾ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ആവശ്യത്തിലാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് നിലവിൽ നമുക്ക് വിറച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രിക്ക് ഞെട്ടിയുണർന്ന് രാജ്യത്തോട് അഭിസംബോധന ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതും പാർലമെന്റിൽ വരാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നാണക്കേടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നാട്ടിലുണ്ടായിരിക്കെ
നാട്ടിലുണ്ടായിരിക്കെ ഇന്ത്യ മുഴുവൻ കത്തുന്ന രാഷ്ട്രീയ വിഷയം തെരുവിൽ അലയടിക്കവേ പ്രതിപക്ഷത്തെ കാണാൻ ഭയന്ന് ഒരു ഭീരുവിനെ പോലെ അർദ്ധരാത്രിയിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ഷെയർ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ NTA-യിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു, ഞങ്ങളൊരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടയിലാണ്. അത് ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഈ യുവജനത, തെരുവിലിറങ്ങിക്കഴിഞ്ഞ യുവജനതയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളായിരിക്കും. ഇത് അന്തിമമായി വിജയിക്കുമോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കീഴടങ്ങുമോ എന്നതും ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പക്ഷേ മോദി സർക്കാർ വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 തവണയാണ് കേന്ദ്ര സർക്കാർ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് വിളിച്ചത്. 4 തവണയാണ്. ആശുപത്രിയിലേക്ക് മന്ത്രിമാരുടെ സംഘം പോവുകയാണ് സോനം വാങ്ചുക്കിനെ കാണാൻ. അവരുടെ ആകെ വിജയം സോനം വാങ്ചുക്കിനെ കൊണ്ട് നിരാഹാരം അവസാനിപ്പിച്ചു എന്നത് മാത്രമാണ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടി നാളെ ഉച്ചയ്ക്ക് വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ നിരത്തിൽ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ര വേഗം ഈ CJP-യുടെ പ്രതിരോധത്തെ മറികടക്കുക സാധ്യമല്ല. കാരണം അതൊരു തരംഗമായി രാജ്യമൊട്ടാകെ പടർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഭാഗികമായി കീഴടങ്ങിക്കഴിഞ്ഞു. ബാക്കി ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. Meet the editors.